ഹോം സെൻറ് ജോസഫ് ചർച്ചിൻ്റെ കീഴിലുള്ള സെൻറ് ഫ്രാൻസിസ് സെൻറ് പോൾ വാർഡുകളുടെ സംയുക്ത വാർഷികാഘോഷം മണ്ഡപത്ത് വെച്ച് സംഘടിപ്പിച്ചു. മാമലപ്പതാലിൽ സിവിക്കുട്ടി സ്വാഗതം പറഞ്ഞു. റവറർ ഫാദർ ജിതേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡപം ചർച്ച് വികാരി റവറർ ഫാദർ തോമസ് കീഴാരത്തിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ തോമസ് കുട്ടി, സിസ്റ്റർ പുഷ്പിത എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. 10ാം വാർഡ് പ്രസിഡന്റ് ഷാജി വടുതലക്കുഴിയിൽ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. സ്വർഗീയ മധ്യസ്ഥരായ വിശുദ്ധ പൗലോസ് ലീഹായുടെയും വിശുദ്ധ ഫ്രാൻസിസ് സേവരുടെയും ചരിത്രം വിശദീകരിക്കുകയും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും കുടിയേറ്റ കർഷകരെ ആദരിക്കലും റിപ്പോർട്ട് അവതരണവും മേലാഞ്ചേരി പ്രദേശത്തിൻ്റെ ചരിത്ര വിവരണവും ചടങ്ങിൽ നടന്നു. ഫീസ്റ്റ് ആഘോഷിക്കുന്ന സിസ്റ്റർ പുഷ്പിതയ്ക്ക് ചടങ്ങിൽ ആശംസകൾ നേർന്നു. തുടർന്നുള്ള സ്നേഹവിരുന്നോടുകൂടിയാണ് ചടങ്ങ് അവസാനിച്ചത്. സഭയുടെ നെടുംതൂണുകളാണ് വിശുദ്ധ പത്രോസ് ലീഹായും വളരെ സ്വർഗീയ അനുഭൂതിയുള്ള ഒരാൾക്കാര പോലെ തന്നെ നിങ്ങൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് ദൈവം തന്ന കൃപകളെ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. നമ്മുടെ ഈ ഒരു ദേശത്ത് നമുക്ക് വസിക്കുവാനായിട്ട് സാധിച്ചതിന്, പ്രത്യേകിച്ച് ദേവാലയത്തോട് ഏറ്റവും അടുത്ത് താമസിക്കുന്നവരാണ് നമ്മൾ. അവിടെ ഉയരുന്ന എല്ലാ ദിവ്യബലി അർപ്പണങ്ങളും നമ്മൾ വീട്ടിൽ നിന്ന് കേൾക്കുന്നവരും മിക്കവാറും എല്ലാവരും തന്നെ വിശുദ്ധ ബലിയിൽ അനുദിനം വന്ന് പങ്കെടുക്കുന്നവരും പങ്കെടുക്കുവാൻ ഭാഗ്യം കിട്ടിയവരുമാണ്. നമുക്ക് ഈ വാർഷികം ആഘോഷിക്കുമ്പോൾ നന്ദിയുടെ വലിയ ഒരു ചിന്തയാണല്ലോ ആദ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉയരുക. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ദേശത്തിന് വേണ്ടി നല്ല സ്നേഹ കൂട്ടായ്മയിൽ ഓരോ ദിനവും വളർന്നു വരുവാൻ നമുക്ക് ഇത്രത്തോളം ഈ ഒരു മഹാത്മാഗാന്ധി, വിശുദ്ധ പൗലോസ് ലീഹ, എല്ലാവർക്കും തിരുനാളിന്റെ എല്ലാവിധ വാർഷികത്തിന്റെ മംഗളങ്ങള് ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുകയും, ഇന്ന് നമ്മളൊക്കെ ഒത്തിരിയേറെ യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണ്. യൂട്ടേണിനെ കുറിച്ച് പറഞ്ഞാൽ പിന്നെ ഒരു യാത്രയെ കുറിച്ച് പറഞ്ഞേക്കാം. യാത്രകളെ ഇഷ്ടപ്പെടുന്നവരായ നമ്മൾക്ക് ഒരു നല്ല മാതൃകകളാണ് ഈ രണ്ട് വിശുദ്ധന്മാരും. ഒന്നില്ലെങ്കിൽ ഈ ഗാന്ധിജി ഒരു നല്ല മാതൃകയാണ്. ഇവര് 3 പേര് ഒത്തിരിയേറെ യാത്രകൾ നടത്തിയവരാണ്. ഇവർ 2 പേര് ക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായിട്ട് ഒത്തിരിയേറെ യാത്ര നടത്തി. ഒരുപക്ഷെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായിട്ട് ഏറ്റവും കൂടുതൽ യാത്ര നടത്തിയ ഒരു വിശുദ്ധനാണ് വിശുദ്ധ പൗലോസ് ലീഹ. അതുപോലെ തന്നെ ക്രിസ്തുവിനെ ഈ ലോകത്തിന് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് യാത്ര നടത്തിയ ആളാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. അതുപോലെ ഒരു വലിയ മാതൃകകൾ കാണിക്കുവാനായിട്ട് ലോകത്തിലെ ഒത്തിരിയേറെ തിന്മകൾക്കെതിരെ പോരാടുവാനായിട്ട് യാത്ര നടത്തിയാണ് മഹാത്മാഗാന്ധി. നമ്മൾ നടത്തുന്ന യാത്രയിലും ഇതുപോലെ ഈശോയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനായിട്ടുണ്ട്. അതുപോലെ തന്നെ തിന്മകൾക്കെതിരെ പോരാടുവാനായിട്ട്, നന്മകളെ കുറിച്ച് പറയുവാനൊക്കെയായിട്ട് ഉള്ള അവസരങ്ങളാണ് യാത്രകൾ.
సింహాసనం పైన వైనా గొప్ప దేవుడా అత్యున్నతమైన సింహాసనం పైన గొప్ప దేవుడా దేశముడా రక్షణకర్త నీవేనా దేవుడా నీవెన్నడూ దేశముడా రక్షణకర్త నీవేనా దేవుడా నీ గణపరతుడు యేసే మార్గం యేసే సత్యం యేసే జీవం యేసే సర్వం యేసే మార్గం యేసే ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.